ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിതാ ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. ഞങ്ങൾ ഈവനിങ് ടൈമിലാട്ടോ പുറത്തേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ എൻ്റെ മിററിന്റെ ചുറ്റുള്ള ലൈറ്റ് കത്തുന്നില്ല, അതുകൊണ്ടാണ് ഒരു വെളിച്ചക്കുറവ് പോലെ ഉള്ളത്. ഈവനിങ് ടൈമാണ് ഞാൻ പുറത്തു പോകുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ബ്ലഷാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്തു. ദെൻ ലിപ്സ്റ്റിക് ഇട്ടു. അതിനുശേഷം ഇതാ മുടി കെട്ടി നമ്മൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. സിമ്പിൾ ആയിട്ടാട്ടോ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനും ഹ്യൂമിഡിറ്റിക്കൊന്നും നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി റെഡി ആയി ഇറങ്ങിയതാണ്. ബീച്ചിൽ പോയിട്ടില്ലേ? എവിടേക്ക് വേണമെന്നില്ല, എന്നാലും ബീച്ചിൽ പോകണമെന്നാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ മെയിൻ റോഡിലും മറ്റും ഭയങ്കര തിരക്കായിരുന്നു, ഒരുപാട് വണ്ടികളും ആളുകളും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ച് അങ്ങനെ ബീച്ചിലേക്ക് പോവാണ്. ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സൂര്യൻ അസ്തമിക്കാൻ പോവുമായിരുന്നു. ഞങ്ങൾ മുഗദാർ ബീച്ചിന്റെ സൈഡിലൂടെയാണ് കേട്ടോ ഇങ്ങനെ ബീച്ചിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പണ്ടൊന്നും, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊന്നും ഈ ഒരു ബീച്ചിന്റെ സൈഡിലേക്ക് ഇത്രയും തിരക്കും കാര്യങ്ങളും ആളുകൾ വരലൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ മെയിൻ ആയിട്ട് ഇപ്പം ഫുള്ള് ഫുഡ് കോർട്ടാണ്. അത്രയും ഫുഡ് കോർട്ട് അവിടെ വരണമെങ്കിൽ അത്രയും ആളുകൾ ഇപ്പം അവിടെ വരുന്നോണ്ടാണല്ലോ. പണ്ടൊന്നും ആരും തിരിഞ്ഞു നോക്കാണ്ടിരുന്ന ഈ സൈഡിലേക്ക് ഇപ്പൊ ഫുള്ള് ആളുകളും കടകളും ഫുള്ള് തിരക്കുമായി. ഞങ്ങളങ്ങനെ കുറെ നേരം സൂര്യാസ്തമയമൊക്കെ ആസ്വദിച്ച് കാറ്റൊക്കെ കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ കാര്യം ഫുഡ് അടി. ഞാനിത് ആദ്യമായിട്ട് ഹലീം ചിക്കൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ഹലീം മട്ടനും ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ചിക്കനാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഈ ഒരു ബോക്സിന് 250 റുപ്പീസ് ആയിരുന്നു. പിന്നെ ഇതിൽ ചെറിയൊരു ബോക്സും ഉണ്ടായിരുന്നു, ഇതിലും വലിയൊരു ബോക്സും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഒരു ബോക്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും തികയണ്ടേ. അങ്ങനെ അതും കഴിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മൾ ആ പാത്തുമ്മേനെ കണ്ടത്. പിന്നെ കഴിച്ചതൊക്കെ ഒന്ന് തേക്കാൻ വേണ്ടി നമ്മൾ ബീച്ചിലൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്നു. ഒരു ഐസ്ക്രീമും വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് കഴിക്കാതെ. അങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം നമ്മൾ നേരെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരും ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീമാണ് വാങ്ങിയത്. പിന്നെ ആ ഐസ്ക്രീമും കഴിച്ച് അതിലൂടെ ഇങ്ങനെ കുറേ നേരം നടന്നു. രാത്രിയൊക്കെ ഇങ്ങനെ ബീച്ചിൽ വന്ന് സമാധാനത്തിലൂടെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിരിക്കാൻ നല്ല വൈബാണല്ലേ. ഇപ്പൊ നമ്മുടെ മെയിൻ ബീച്ചിലാണെങ്കിൽ ഇതുപോലെ നമുക്ക് അത്ര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഒരുപാട് ആളും ബഹളവും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണല്ലോ അവിടെ. അവിടെ നമുക്ക് വൈബ് ചെയ്യാനും ചില്ല് ചെയ്യാനും ഒക്കെയാണ് പോകാൻ പറ്റുക. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല കല്ലുമ്മക്കായ ഫ്രൈ ആണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കനും കാടയും ഫിഷും ഒക്കെ ലൈവായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് തരുന്ന ഒരുപാട് ഷോപ്പുകൾ മുഗദാർ ബീച്ചിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ചു പോവാണ്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ രേഖപ്പെടുത്താനും മറക്കല്ലേ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.